കർത്താവിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കോൺഫറൻസിൽ എനിക്കും കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രാർത്ഥന, നിലയ്ക്കാത്ത പ്രാർത്ഥനയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിലയ്ക്കാത്ത പ്രാർത്ഥനയിൽ എനിക്ക് നൽകുന്ന ശുശ്രൂഷയ്ക്ക് നൽകുന്ന എല്ലാ അവസരങ്ങൾക്കും പ്രോത്സാഹനത്തിനും ഞാൻ വിശേഷാൽ നന്ദി പറയുന്നു. ജോമോൻ പാസ്റ്റർ, ഇസൽ എബ്രഹാം പാസ്റ്റർ, പ്രിയപ്പെട്ടവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. വിശേഷാൽ എനിക്കിങ്ങനെ അവസരം നൽകി തന്ന പ്രിയ ഷാജൻ ചാനോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവവചന ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഞാനിന്നിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഏകദേശം 23 വർഷത്തിന് മുൻപ് നൽകിയ ഒരു വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയുടെ ദിവസം കൂടെയാണ് ഇത്. ഞാൻ 2003 ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുന്നത്, ഞാനൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. ഞാൻ സ്വപ്നം കാണുന്നത്, ഞാൻ ഒരു മീറ്റിങ്ങിൽ നിന്ന് ദൈവവചനം ശുശ്രൂഷിക്കുകയാണ്. ആ ദൈവവചനം ശുശ്രൂഷിക്കുന്ന മീറ്റിങ്ങിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ TJ ഷമൂൽ സാറും അമ്മാമ്മയും ഇരിക്കുന്നുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. 23 വർഷത്തിന് ശേഷം 2026 ഇന്നേ ദിവസം അത് ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് നിവർത്തിയാകുന്ന ദിവസമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ദൈവം നമ്മളോട് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വപ്നത്തിലൂടാകട്ടെ, ദർശനത്തിലൂടാകട്ടെ, വെളിപ്പാടുകളിലൂടാകട്ടെ, ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വർഷം എത്ര കഴിഞ്ഞാലോ ദൈവമാണോ പറഞ്ഞത്, ദൈവം അത് നിവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാറിൻ്റെ അമ്മാമ്മയുടെ മുൻപിൽ ഇങ്ങനെ ദൈവവചനമായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഭയം എനിക്കുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു വാക്കുകൂടെ സാറിനെ കുറിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാനൊരു സുവിശേഷയാകാൻ ആഗ്രഹിച്ച ഒരാളല്ല. എൻ്റെ പിതാവ് നിർബന്ധപ്രകാരം എന്നെ ഒരു സുവിശേഷകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച ആണ്. അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. എനിക്ക് എൻ്റേതായ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും, ഞാൻ പടുത്തുയർത്തിയ എല്ലാ സ്വപ്നങ്ങളും ഒരു ചില്ലു കൊട്ടാരം പോലെ തകർന്നടിയുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഞാൻ നന്നേ ഭയപ്പെട്ടു. സാമ്പത്തികമായി അത്യാവശ്യം ചുറ്റുപാടുള്ള ഒരു ഭവനത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. പക്ഷേ എൻ്റെ വിവാഹശേഷം ഞാൻ വടക്കേന്ത്യയിലേക്കാണ് കടന്നുപോയത്. ഭക്ഷിക്കാൻ ആഹാരമില്ല, ധരിക്കാൻ വസ്ത്രമില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഞാൻ നന്നേ ഭാരപ്പെട്ടു. ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ്. കൊട്ടാരക്കര ബ്രദറിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സാറിൻ്റെ ഒരു കോൺഫറൻസ് ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് സാർ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. വ്യക്തമായി ആ കഥയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു നിൽപ്പും ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒരു വാക്കുമൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇന്നത്തെ ദിവസം കടന്നുപോയി. ഞാൻ അവിടെ ആ സാർ ഇങ്ങനെ പറഞ്ഞു, ഒരു തൂപ്പുകാരിയായ ഒരു സ്ത്രീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എവിടെ എന്തെന്നൊക്കെയുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. പക്ഷെ ഞാൻ അവിടെ നിന്നുകൊണ്ട് 2 കരവും എൻ്റെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതമായില്ല, പക്ഷെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് എൻ്റെ ജീവിതമാകണമെങ്കിൽ ഒരു കഴിവുമില്ലാത്ത, ഒരു പ്രാപ്തിയുമില്ലാത്ത എന്നെയും കൂടെ അങ്ങ് ഉപയോഗിക്കണമേ. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രാർത്ഥനയ്ക്കായി മുന്നോട്ട് ആഹ്വാനത്തിന് വന്നപ്പോൾ ഞാൻ വന്ന് മുട്ടുകുത്തിയ പ്രാർത്ഥിച്ചത്. അതൊക്കെ എനിക്ക് ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ട്. ഞാൻ പറയട്ടെ, ഹൃദയം തുറന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരാളെ പോലും ദൈവം കൈവിടത്തില്ല. നമ്മുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളിൽ ആരിലും ഒത്തിരി ശ്രേഷ്ഠയായതുകൊണ്ടൊന്നുമല്ല. ഞാൻ പറയട്ടെ, ദൈവത്തിന് നമ്മളോട് ഉള്ള നിയമങ്ങളും വാഗ്ദത്തങ്ങളും ഒക്കെ നിവർത്തീകരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ നിലയ്ക്കാത്ത പ്രാർത്ഥനയുടെ പ്രതിനിധി എന്നാണ് പറഞ്ഞത്. ഇന്ന് ഈ പകൽക്കാലം ഇവിടെ സംബന്ധിക്കുന്ന, നിലയ്ക്കാത്ത പ്രാർത്ഥനയിൽ നിന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് പകൽ ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, പ്രോത്സാഹിപ്പിച്ചവരുണ്ട്, ധൈര്യം നൽകിയവരുണ്ട്, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് എന്നെ ബലപ്പെടുത്തിയവരുണ്ട്. എല്ലാവർക്കും ഞാൻ ഒരു വാക്കിലൂടെ നന്ദി പറയുന്നു. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച പ്രിയ ജോയി എങ്കിൽ കർത്താവിൻ്റെ ദാസനെ കാണാൻ എനിക്കും അവസരം നൽകി തന്നോട് ചേർന്നുമായിരിക്കും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ ഞാൻ വിശിഷ്ടാതിഥികൾ, പ്രസിഡന്റുമാരൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്തുകൊണ്ട് വേഗത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് നൽകിയിട്ടുള്ള ഒരു ദൈവവചന ഭാഗം ഞാൻ നിങ്ങളുടെ മുൻപാകെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, അതിൻ്റെ ആദ്യത്തെ ഭാഗം. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ
താൻ ഇങ്ങനെ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഞാൻ ഒന്നുകൂടെ ആ വാക്യം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച വാക്യം പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഇവിടെ കേട്ട സാക്ഷ്യങ്ങൾ, ആമേൻ, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തത് നിമിത്തം ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ധൈര്യത്തോടെ ആമേൻ സുവിശേഷം പങ്കുവച്ചവരുടെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളുമാണ് നമ്മൾ ഇന്ന് പകൽ കേൾക്കാനിടയായി തീർന്നത്. ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി വലിയ തിയോളജി പരമായ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പരിമിതമായ വായനയിൽ നിന്നും അറിവിൽ നിന്നും പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന ചില വെളിപ്പാടുകളുടെ നടുവിൽ നിന്നുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളെ ഒന്നുകൂടെ ആത്മാവിൽ തൊട്ടുണർത്തി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തലൻ പൗലോസാണ് റോമർക്ക് ലേഖനം എഴുതുന്നത്. താൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഒരു വിഷയം മുന്നിൽ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. റോമയിലുള്ള ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ടവരുമായ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നതെന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. താൻ എഴുതുന്നതിനൊരു കാരണമെന്ന് പറയുന്നത്, അക്കാലത്ത് യഹൂദന്മാരും യവനന്മാരും ജാതികളും തമ്മിൽ ദൈവസഭയിൽ ഉണ്ടായ ഒരു ഇടർച്ച നിമിത്തം അതിൻ്റെ ഒരു പരിഹാര കാരണമായിട്ടാണ് താൻ നീണ്ട ഒരു കത്ത് എഴുതുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നാമത് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ദൂത് എന്ന് പറയുന്നത്, താൻ അന്ന് വരെ പൗലോസ് റോമയിൽ പോയിട്ടില്ല. ഞാൻ ഈ ലേഖനം എഴുതുമ്പോൾ താൻ റോമയിൽ പോയിട്ടില്ല. പല പ്രാവശ്യം താൻ റോമിൽ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലോ തനിക്ക് തടസ്സം നേരിട്ടുവെന്ന് നമുക്ക് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ പോലും റോമിൽ പോയിട്ടില്ലാത്ത അപ്പോസ്തലൻ പൗലോസ് റോമയിലുള്ള ദൈവജനം അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ വേഗത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിനകത്ത് നൽകിയ നിയോഗങ്ങളെ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അരുളപ്പാട് തനിക്ക് ലഭിച്ചപ്പോൾ വേഗത്തിൽ അതിനകത്ത് തൻ്റെ ഒരു ഇടപെടലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്താ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നതെന്നറിയാമോ? എല്ലായിടത്തും ഒന്നും നമ്മൾ പോയിട്ടില്ല, എല്ലാ രാജ്യങ്ങളും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, എല്ലാ സംസ്ഥാനങ്ങളും ഒന്നും നമ്മൾക്കറിയത്തില്ല. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് പ്രവർത്തിക്കാൻ നമ്മൾ പോകണമെന്നില്ല. ഒരുപക്ഷെ വടക്കേന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടോ സാഹചര്യങ്ങൾ കൊണ്ടും ഭവനത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ പോകാൻ കഴിയാത്ത ഒത്തിരി പ്രിയപ്പെട്ടവർ ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ടാകാം. ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, എവിടെ ദൈവജനം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, എവിടെ ദൈവജനം പ്രശ്നത്തിലാകുന്നുണ്ടോ, അത് അകത്താകട്ടെ പുറത്താകട്ടെ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളവനെ അതിനകത്ത് ഇടപെടാൻ അവന്റെ ആത്മാവ് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവ് നമ്മളോട് പറയുന്നു, നമ്മൾക്ക് പ്രാർത്ഥിക്കാനാണോ പ്രവർത്തിക്കാനാണോ പോകാനാണോ? ദൈവാത്മാവ് നമ്മളോട് പറയുന്നത് നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനകത്ത് ഇടപെടലുകൾ നടത്താൻ നമുക്ക് കഴിയണം. നമ്മളെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ പ്രയർ ഡിപ്പാർട്ട്മെന്റ് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എല്ലാ ദിവസങ്ങളും ഓരോ സ്ലോട്ടുകളും പ്രാർത്ഥിക്കുമ്പോൾ കുറഞ്ഞത് 3 രാജ്യങ്ങളുണ്ട്, ഒരു സംസ്ഥാനമുണ്ട്, അതിനകത്ത് ജില്ലകളുണ്ട്, ഒരു കേരളത്തിൽ ഒരു ജില്ലയും അതിനകത്ത് ഗ്രാമപഞ്ചായത്തുകളോ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഒരിക്കലും ഒരു അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ഈ രാജ്യത്തിന്റെ പേരൊക്കെ പറയുമ്പോൾ അതൊക്കെ തെറ്റിപ്പോകുക, എങ്കിലും ഞങ്ങൾ നിന്നോടങ്ങ് പറയുക, ചിലപ്പോഴൊക്കെ രാജ്യങ്ങളുടെയോ സംസ്ഥാനങ്ങളുടെയോ ജില്ലകളുടെയോ ഗ്രാമപഞ്ചായത്തുകളുടെ പേരുകളൊന്നോ അതിന്റെ സ്ഫുടതയോടെ ഉച്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അവിടെയുള്ള ദൈവജനത്തെ ഓർത്ത്, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഓർത്ത്, അവർ കടന്നു പോകുന്ന വഴികളുടെ ആഴങ്ങൾ ഓർത്ത് ഹൃദയഭാരത്തോടെ പ്രാർത്ഥിക്കാൻ വിദ്യാഭ്യാസമോ ജ്ഞാനമോ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലാത്ത ഒരുപാട് പ്രിയപ്പെട്ടവർ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഭയോ ദേശമോ നമ്മൾ കാണണമെന്നൊന്നുമില്ല, നമുക്ക് ഇടപെടാൻ. ഇന്ന് സാബു തോമസ് മാസ്റ്റർ പറഞ്ഞപ്പോൾ നമുക്കും ചെയ്യുവാൻ കഴിയും. നമ്മൾ യുപിയിലേക്കൊക്കെ പോകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലോ ചെറിയ ഇടപെടൽ നമുക്കതിനകത്ത് നടത്താൻ കഴിയും. ഞാൻ വേഗത്തിൽ അങ്ങ് മുന്നോട്ട് പോകാം. അതിനുശേഷം രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, റോമർക്ക് ഈ ലേഖനം അപ്പോസ്തലൻ പൗലോസ് എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് ഇത് പറഞ്ഞു കൊടുത്ത് തെർസോസ് ആണ് ഇത് പകർത്തി എഴുതുന്നത്. ഇത് പകർത്തി എഴുതുന്നത്. ഈ ലേഖനം കൊരിന്ത്യയിലിരുന്നാണ് അപ്പോസ്തലൻ പൗലോസ് എഴുതുന്നത്. കൊരിന്ത്യയിലിരുന്ന് അപ്പോസ്തലൻ പൗലോസ് ഈ ലേഖനം എഴുതിയിട്ട് തെർസോസ് എഴുതി കൊടുക്കുന്നു. ഫേബ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് കപ്പൽ കയറി ഇത് റോമയിൽ എത്തിക്കുന്നത്.
പഠിപ്പിക്കുന്നത്. അവൻ എന്താണെന്നറിയാമോ? എല്ലാവരും തർസോസ്മാരാകണ്ട, എല്ലാവരും ഭേമന്മാരുമാകണ്ട, പക്ഷേ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ ചെയ്യുവാൻ, വിശ്വസ്തയോടെ ചെയ്യുവാൻ, വില കൊടുത്ത് ചെയ്യാൻ, സമയമെടുത്ത് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതാ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേ താരതമ്യേന ചെറുതെന്ന് തോന്നുന്ന ശുശ്രൂഷയോ, ആമേ ഒരുപക്ഷെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ശുശ്രൂഷയോ ഒന്നും ചെറുതല്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ചെറുത് വലുത് എന്നൊന്നില്ല. 2 കാശിട്ട വിധവയോ കർത്താവ് ഓർത്തു വെച്ചെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നു, നമ്മൾ ചെയ്യുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് പ്രവൃത്തിയോ ഉത്സാഹത്തോടെ ചെയ്താൽ അതിനകത്ത് അനുഗ്രഹമുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്: യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ എപ്പോഴും ഇങ്ങനെ വാക്യത്തെ പറയാറുണ്ട്: യഹോവയുടെ പ്രവൃത്തി ഉത്സാഹത്തോടെ ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. യഹോവയുടെ പ്രവൃത്തി ഉത്സാഹത്തോടെ ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അത് പ്രാർത്ഥനയാകട്ടെ, കൊടുക്കുന്നതാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, എന്താണെങ്കിലും മനസ്സിന്റെ ഉത്സാഹത്തോടെ നമ്മൾ ചെയ്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു: 1 ഗ്ലാസ് തണ്ണീരെങ്കിലും നിങ്ങൾ കുടിപ്പാൻ കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന്. ആമേൻ. അപ്പം ആമേൻ, 1 ഗ്ലാസ് വെള്ളം കൊടുത്താലും പ്രതിഫലമുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, വെള്ളം കൊടുക്കാൻ മാത്രം പ്രാപ്തിയുള്ളവൻ വെള്ളം കൊടുത്താൽ മതി. ബിരിയാണി കൊടുക്കാൻ പ്രാപ്തിയുള്ളവൻ തണ്ണീർ കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നമ്മളിൽ ദൈവം എന്ത് നൽകിയിട്ടുണ്ടോ അത് നമ്മൾ കൊടുക്കാനായിട്ട് ഇടയായി തീരണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എന്ത് ഉത്തരവാദിത്തം ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തയുണ്ട്. തേരിനോട് ചേർന്ന് നടക്കാൻ ദൈവം ഫിലിപ്പോസിനോടാണ് പറഞ്ഞത്. യൂദായുടെ വീട്ടിലേക്ക് ശൗലിനെ തേടി ചെല്ലാനാണ് ദൈവം അനന്യാസിനോടാണ് പറഞ്ഞത്. ദൈവം ഓരോരുത്തർക്കും വ്യത്യസ്ത ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാ, അനന്യാസ് ഇനി ആരെങ്കിലും തേരിലിരുന്ന് ദൈവവചനം വായിക്കുന്നുണ്ടോ? വ്യാഖ്യാനിക്കാനുള്ള കൃപയാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അവനിങ്ങനെ ഇനി ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊന്ന് കാത്തു നിന്നതായിട്ട് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നില്ല. ദൈവം നമുക്ക് അതാത് സമയത്ത് നൽകുന്ന നിയോഗങ്ങൾ എന്താണോ അതനുസരിക്കാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഓരോ സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ വ്യത്യസ്തമായ സാക്ഷ്യങ്ങളാണ് കേട്ടത്. ഒരാൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മളിവിടെ കേട്ടില്ല. ദൈവം നമ്മളിൽ എന്ത് കഴിവുകൾ നൽകിയിരിക്കുന്നുവോ, എന്ത് നിയോഗങ്ങൾ നൽകുന്നുവോ അത് ചെയ്യുവാൻ നമുക്ക് കഴിയണം. റോമയിൽ ഒരുപാട് ഹൗസ് ചർച്ചുകൾ ഉണ്ടായിരുന്നു ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഒരുപാട് മെഗാ ചർച്ചുകൾ ഒരുപക്ഷെ നമ്മൾ കണ്ടേക്കാം. നമ്മുടെ വിഷൻ മെഗാ ചർച്ചുകളിലേക്ക് മാത്രം പോയാൽ ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ ഇടങ്ങളിലും ദൈവത്തിന് പ്രവൃത്തിയുണ്ടെന്ന് മനസ്സിലാക്കി ദൈവം നൽകിയിരിക്കുന്ന നിയോഗങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം, മല്ലനായ ഗോലിയാത്ത് ഒരിക്കൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. വെല്ലുവിളിക്കുന്നത് കേട്ടിട്ട് ദാവീദ് അവിടേക്ക് ചെല്ലുക. ദാവീദ് അവിടേക്ക് ചെല്ലുമ്പോൾ ദാവീദിനോട് ഒരാളും പറഞ്ഞില്ല മല്ലനായ ഗോലിയാത്തിന് നേരെ ചെല്ലാനായിട്ട്. അവൻ തന്റെ നിയോഗം സ്വയം തിരിച്ചറിയുകയാണ് ചെയ്തത്. പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടായില്ലെന്ന് മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തുന്ന ഒത്തിരി വാക്കുകൾ ദാവീദിന്റെ ചെവിയിൽ കേട്ടോ. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, എപ്പോഴും ഒന്ന് പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടെന്ന് വരത്തില്ല, പക്ഷെ നിരുത്സാഹപ്പെടുത്തുന്ന ഒത്തിരി വാക്കുകൾ നമ്മുടെ ചെവികളിൽ മുഴങ്ങി എന്ന് വരും. പക്ഷേ കേൾക്കുന്ന എല്ലാ വാക്കുകൾക്കും ചെവി കൊടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നാം നമ്മളോട് തന്നെ സംസാരിക്കണം, നാം നമ്മോട് തന്നെ പറയണം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മൾ നമ്മളോട് തന്നെ പ്രവചിക്കണം, നമ്മളോട് തന്നെ പറയണം, മുന്നോട്ട് പോക, തളർന്നിരിക്കേണ്ടവരല്ല, മുന്നോട്ട് കാല് വെക്കുന്ന നാം നമ്മോട് തന്നെ പറയണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഇങ്ങനെ ഞാൻ ഈ ദൈവാത്മാവ് എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ അത് പറയുന്ന എല്ലാമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ദൈവാത്മാവ് പറയുന്നതെല്ലാം ഞാൻ മുഖം നോക്കാതെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ദൈവവചനം മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ കള്ളത്തരമാണ് പറയുന്നത്. എനിക്കങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവം. ദൈവാത്മാവ് വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ നമ്മുടെ കടമ്പനാടുള്ള നമ്മുടെ സ്നേഹഭവനിൽ വെച്ച് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ പ്രയത്നവൽ സുരൂഷയോട് ബന്ധത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായി കാണുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഞങ്ങളിവിടെ സുരൂഷിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഈ സ്നേഹഭവനിൽ വെച്ച് നടന്ന ഒരു ടീനേജ് ക്യാമ്പുണ്ട്. ഇത്രയും വിശാലമായിട്ടൊന്നും, ഇപ്പം ഒത്തിരി വിശാലമായിട്ട് ആ ടീനേജ് ക്യാമ്പ് നടക്കുന്നുണ്ട്. ആ ടീനേജ് ക്യാമ്പിൽ മാമ എന്നോട് പറഞ്ഞു, പ്രാർത്ഥനയെക്കുറിച്ച് സാൻഡി അന്ന് ഒരു ക്ലാസ് എടുക്കണം. ഞാൻ രാവിലെ പോയി പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് കഴിഞ്ഞു. കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക
വിളിച്ചു. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങ് പോയി. ഞാൻ ഈ 2 വർഷത്തിന് മുൻപ് ഞാൻ ഈ പറന്തൽ കൺവെൻഷന് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അസംബ്ലീസുള്ള ഏനാത്ത് സഭയിൽ സൂക്ഷിക്കുന്ന പാസ്റ്റർ സന്തോഷിൻ്റെ വൈഫ് ഓടി എൻ്റെ പുറകെ വന്ന് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആമേൻ എൻ്റെ മോള് MBBSന് ആമേൻ തിരുവനന്തപുരത്ത് പഠിക്കുക. ആമേൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് സ്നേഹഭവനിൽ വെച്ച് ആൻറ്റി അവളോടൊരു ദൂത് പറഞ്ഞായിരുന്നു. ആമേൻ നീ അന്ന് അവൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് എൻ്റെ ഓർമ്മ. നീ സയൻസ് എടുത്ത് +2 പഠിക്കണം, നീ ഡോക്ടർ ആവുമെന്ന്. അപ്പോൾ അവളുടെ അവൻ പറഞ്ഞു അവളുടെ ജീവിതത്തെ വഴിതിരിച്ച് വിട്ട ഒരു ദൂത പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ആൻറ്റി എവിടെങ്കിലും വെച്ച് മമ്മി കണ്ട മമ്മി ഇതൊന്ന് ആൻറ്റിയോട് പറയണം, മറന്നു പോകരുത്. അങ്ങനെ എന്നെ ഓടി വന്ന് വിളിച്ച് ഇങ്ങനെ പറയുക. അത് പറയാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത്, ഞാൻ അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസൻ ഇങ്ങനെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടപ്പം അദ്ദേഹം ഇങ്ങനെ പ്രവാചകരെ വളരെ ശക്തമായി വിമർശിക്കുകയാണ്. അദ്ദേഹം വിമർശിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതാണോ പ്രവചന ശബ്ദം, ഇതിനാണോ ദൂതെന്ന് പറയുന്നത്? അദ്ദേഹം ബൈബിളിൽ ഒത്തിരി വാക്യങ്ങളൊക്കെ എടുത്ത് അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു വല്ലാത്തൊരു കോംപ്ലക്സ്, ഒരു അപകർഷതാബോധമൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഈ പ്രസംഗം നമ്മൾ ഈ വിമർശന പ്രസംഗമായതുകൊണ്ട് ഞാനിങ്ങനെ കേട്ടുകൊണ്ടേക്ക് ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വല്ലാത്തൊരു ഭാരമൊക്കെ തോന്നി. പിന്നീട് ഞാൻ വീണ്ടും ആവർത്തിച്ച പല പ്രസംഗങ്ങൾ കേട്ടു. അപ്പോൾ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ അതിനകത്ത് ഈ പ്രവചനം പറയുന്നവരെ വല്ലാതങ്ങ് വിമർശിച്ച് സംസാരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ സ്വയം ചിന്തിച്ചു, അത്ര നല്ല ശുശ്രൂഷയൊന്നും അല്ല ഈ പ്രവചനം പറയുക എന്ന് പറയുന്നത്. കാരണം ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരാളോട് നമ്മളൊരു ദൂത് പറഞ്ഞാലേ നമ്മുടെ ബുദ്ധി ഒരു നിമിഷം വർക്ക് ചെയ്താൽ നമുക്ക് പിന്നെ ആ ദൂത് പറയാൻ പറ്റത്തില്ലെന്നുള്ളതാണ് സത്യം. ആത്മാവിൽ നമ്മളങ്ങ് പറഞ്ഞു ഒരു നിമിഷം നമ്മുടെ ബുദ്ധി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ദൂത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ആ മോളോട് നീ ഡോക്ടറാകുന്നത് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനോട് പറഞ്ഞിട്ട് അവൾ എൻ്റെ മുമ്പിൽ നിൽക്കയില്ലേ, നാളെ അവളതായില്ലെങ്കിൽ ഞാനും ഇവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ തലകുനിച്ച് നിൽക്കേണ്ട വരത്തില്ലേ? പക്ഷെ ഒരു നിമിഷം പരിശുദ്ധാത്മാവ് പറയുന്ന ധൈര്യത്തോടെ പറയാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വാസ്തവം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, അത്ര നല്ല ശുശ്രൂഷയൊന്നുമല്ല ഈ ദൂത് പറയുക എന്നുള്ളത്. അതൊക്കെ ആൾക്കാർക്ക് എത്ര വിമർശനം ആൾക്കാർ കാണുന്നത്. അപ്പം ഞാനിങ്ങനെ സ്വയം ഉൾവലിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പം ഞാൻ ഈ സിസ്റ്ററിനോട് ഇത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. എന്നോട് ദൈവം പറയുന്നത് പോലെ ഇന്ന് പല പ്രാവശ്യം നമ്മൾ ഇവിടെ കേട്ടോ, എന്നോട് ദൈവം പറയുന്ന ശബ്ദം പോലെ തോന്നി, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ആത്മാവ് നമ്മളോട് പറയുക, ചിലപ്പോഴെങ്കിലുമൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന മുന്നോട്ട് വിടാതിരിക്കുന്ന നമ്മുടെ ശുശ്രൂഷയിൽ മുന്നോട്ട് കുതിക്കാൻ കഴിയാതെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന പലവിധമായ പ്രതിസന്ധികൾ നമ്മുടെ നേരെ കടന്നു വരുമ്പോൾ നമ്മളോട് തന്നെ പറയണോ, ഞാൻ ദൈവത്തിന്റെ വകയാ, ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാ, ദൈവമാണ് എൻ്റെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത്. ആ തിരിച്ചറിവ് നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിർത്താനായിട്ട് പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ കഴുതയെ അഴിക്കാനായിട്ട് കഴുതയെ അഴിക്കാൻ പോകുമ്പം കർത്താവ് പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുക, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഒരിക്കലും വചനഭാഗം ഇങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ പിടിച്ചിറക്കി ശുശ്രൂഷയ്ക്കായി കൊണ്ടുപോകാൻ തുടങ്ങിയായിരുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ ഒരു പക്ഷേ ചോദിച്ചാൽ ഇതിനെ എന്തിനാ കഴുതയെ പോലെ ഇരിക്കുന്ന ഇതിനെ എന്തിനാ, ജ്ഞാനമില്ലാത്ത കഴിവില്ലാത്ത പ്രാപ്തിയില്ലാത്ത ഇതിനെ നിനക്ക് എന്ത് പ്രയോജനമാ എന്താ? പക്ഷെ ദൈവം പറയുക, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുക, കഴുത അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഈ കഴുത ഒരു കുതിരയായി മാറട്ടെ. നമ്മൾ മനോഹരമായ കുതിരയൊക്കെ കണ്ടിട്ടുണ്ട്, വെളുത്ത നല്ല രോമങ്ങളൊക്കെ ഉള്ള കുതിരകളുണ്ട്. യേശുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഈ കഴുത ഇപ്പൊ കുതിരയായി മാറട്ടെ എന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞില്ല. ആ കഴുതയെ ആ ദൈവം ഉപയോഗിച്ചത്. നമ്മളിവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. നമ്മൾ ലക്നൌവിൽ നിന്ന് വരുന്ന സഹോദരൻ തൻ്റെ ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട്, എന്നിട്ടും തൻ്റെ സ്വാധീനക്കുറവ് ദൈവം മാറ്റിക്കൊടുത്തില്ല. ദൈവം പറഞ്ഞു, നിന്നെ എനിക്ക് ഏതവസ്ഥയിലാണോ ആയിരിക്കുന്നത് അതേ അവസ്ഥ എനിക്ക് ആവശ്യമെന്ന് പറയുന്നത്. നമ്മൾ സിൽവി സിസ്റ്റർ സാക്ഷ്യം കേട്ടോ, 90% കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആ പ്രിയ സഹോദരി ദൈവം കാഴ്ച കൊടുത്തെന്നല്ല കേട്ടത്, നിന്റെ ഇതേ അവസ്ഥയിൽ എനിക്ക് നിന്നെ വേണമെന്നാ പറഞ്ഞത്. ഇന്ന് പകൽ ആത്മാവ് നമ്മളോട് പറയുക, കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, ജാതി ഏതാകട്ടെ, കുലം ഏതാകട്ടെ, കുടുംബം ഏതാകട്ടെ, ദൈവത്തെ വഹിക്കാൻ ദൈവത്തിന് വേണ്ടി നിന്നു കൊടുത്താൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന ദൈവമാണ്.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ബൈബിളിൽ ഒത്തിരി കഥാപാത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു വരും. ഞാൻ അതൊക്കെ അങ്ങ് വിട്ടുകളയുക. റോമാലേഖനം 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് ഫേബയെ കുറിച്ച് അവിടെ പറയുക, നമ്മുടെ സഹോദരി കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തി, അവർ പലർക്കും വിശേഷാൽ എനിക്ക് സഹായം ചെയ്തിരിക്കുന്നു. ആമേൻ. ഫേബ ചെയ്ത പ്രവൃത്തിയെ മറന്നുപോകാതെ അപ്പോസ്തലൻ പൗലോസ് ദൈവവചനത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവനാമം നിമിത്തം നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയോ നമ്മുടെ ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. ആമേൻ. ഈ ലോകത്തിൽ മനുഷ്യൻ മറക്കോ, നമ്മളായിരിക്കുന്ന സംഘടനകൾ മറക്കോ, നിങ്ങളെ അയച്ച നേതാക്കന്മാർ മറന്നു പോകോ, ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ നമ്മളിവിടെ സാക്ഷ്യമൊക്കെ കേട്ടോ. ആൻഡ്രൂ മുള്ളറെ പോലെ ഞങ്ങൾ കരം പിടിച്ചോളാമെന്നൊക്കെ പറഞ്ഞവര് ആമേൻ മാറിപ്പോയെന്ന് വരോ. പക്ഷേ മാറ്റമില്ലാത്ത ഒരുവൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളോ നമ്മളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ, ഞാനോ ഒരിക്കലും നിന്നെ മറന്നു പോകത്തില്ലെന്ന് ആമേൻ നമ്മളോട് പറഞ്ഞവൻ, അവൻ മറന്നു പോകത്തില്ല. ഒരിക്കലും നമ്മളെ തനിയെ വിടുന്ന ദൈവമല്ല. നാം അനുഭവിച്ച എല്ലാ വ്യതകൾക്കോ, നാം അനുഭവിച്ച എല്ലാ പ്രതിസന്ധികൾക്കോ കർത്താവിന്റെ നാമനിമിത്ത ജയിലുകളായിരുന്നവരുണ്ട്, പട്ടിണി ഏറ്റവരുണ്ട്, ഉപദ്രവം അനുഭവിച്ചവരുണ്ട്, ആമേൻ, കൊടിയ പീഡനത്തിലൂടെ കടന്നുപോയവരുണ്ട്. ആമേൻ. ആത്മാ പറയുന്നു, കുറിച്ചു വെച്ച പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ടെന്നേ മറന്നു പോകരുത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആമേൻ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ. ആമേൻ. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പം ജീവിച്ചത് എങ്ങനെയെന്ന് നമ്മളോട് പറയുമ്പോൾ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് റോമാ ലേഖനത്തെ പൗലോസിൻ്റെ ലേഖനമായിട്ടാണ്. ഈ ലേഖനം നമ്മളോട് വിളിച്ചു പറയുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതുകൊണ്ടും ജീവിച്ചതുകൊണ്ടും മരിച്ചതുകൊണ്ടും ഉയർത്തെഴുന്നേറ്റതുകൊണ്ടും ആമേൻ സ്വർഗത്തിൽ പോയതുകൊണ്ടും നമുക്ക് എന്ത് പ്രതിഫലമുണ്ടെന്ന് റോമാ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. ആമേൻ. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ദൈവം എന്നെ തെരഞ്ഞെടുത്ത സുവിശേഷത്തിന് ആ ഭാഗമെല്ലാം ഞാൻ വിടുകയാണ്, കാരണം സമയം മുന്നോട്ട് ഓടുന്നു എന്നുള്ളത്. ആമേൻ. സുവിശേഷത്തിനായി എന്നെ വേർതിരിച്ചു, അപ്പോസ്തലനായി എന്നെ നിയോഗിച്ചു എന്നൊക്കെ ആമേൻ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. ആമേൻ. ആരെല്ലാം ആമേൻ നമ്മൾ ഒരിടത്ത് അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, ദൈവം എന്നിലൂടെ സംസാരിക്കുന്നു എന്നുള്ളതിന് തുമ്പന്വേഷിക്കുന്നവർ അകത്തുണ്ടായിരുന്നു. എന്നിട്ട് പൗലോസ് പറയാ, അകത്ത് നിന്ന് പ്രശ്നം വരട്ടെ, പുറത്തു നിന്ന് പ്രശ്നം വരട്ടെ, ആമേൻ, എന്തെല്ലാം പ്രശ്നം വന്നാലോ ആമേൻ, ഈ സുവിശേഷം പറയുന്നതിൽ നിന്ന് എന്നെ വിലക്കാൻ ആമേൻ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അത് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്ന് പകൽ നമുക്ക് എത്ര പേർക്ക് അഭിമാനമുണ്ട്? കൈ ഉയർത്തി ഒന്ന് പറയാൻ കഴിയുമോ? സുവിശേഷത്തെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു, സുവിശേഷം പങ്കുവെക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഞാനൊരു സുവിശേഷകനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ സുവിശേഷം? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ആ സുവിശേഷം. സുവിശേഷം ഈ സീക്വൽ ടു ആമേൻ, 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 യേശു ക്രിസ്തു എന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതിനെ കുറിച്ച്, നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയെ കുറിച്ച് നമ്മൾ ആമേൻ മറ്റുള്ളവരോട് പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാനിങ്ങനെ ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, എവിടെയും പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. ചന്തസ്ഥലത്ത് പറയണമോ, പുഴവക്കത്ത് പറയണമോ, പള്ളിയിൽ പറയണമോ, രാജകൊട്ടാരത്തിൽ പറയണമോ, കാരാഗ്രഹത്തിൽ പറയണമോ, എവിടെയും പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. ഇന്ന് പകൽ ആത്മാവ് ആമേൻ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന ദൂതും ഇതാണ്. ആമേൻ. ഞങ്ങൾ ഒരിക്കൽ ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ആ സഭയിൽ ആമേൻ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും വ്യത്യസ്തമായൊരു പേര്. ആ പേരിട്ടതിൻ്റെ ഒരു കാരണം ഞങ്ങൾ ചോദിക്കാതെ തന്നെ മാതാപിതാക്കൾ ഞങ്ങളോട് വിശദീകരിച്ചു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ മക്കൾ എവിടെങ്കിലും പോയാൽ അവർ ഏത് ജാതി മതത്തിലുള്ളവരാണെന്ന് അവരെ പേരുകൊണ്ട് തിരിച്ചറിയരുത്. അങ്ങനെ ചിന്തിക്കുന്ന പെന്തക്കോസ് മാതാപിതാക്കൾ ഉള്ള ഒരു കാലത്ത് ഞാൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ, ഞാൻ സുവിശേഷകനായിരിക്കുന്നതിൽ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ, ആമേൻ, തൻ്റെ ഇടത്തോടെ പറയാൻ നമുക്ക് കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എവിടെയും പറയണോ. നമ്മൾ ഇന്ന് ആമേൻ ഇവിടെ കേട്ട സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ചേരി പ്രദേശങ്ങൾ, റെഡ് സ്ട്രീറ്റിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, ആമേൻ കവലകളിൽ, എവിടെയും നിന്ന് യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന്, മറ്റൊരുത്തലും രക്ഷയില്ല. ആമേൻ. രക്ഷിക്കപ്പെടാൻ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം എൻ്റെ യേശുവിന്റെ നാമമെന്ന് ഹല്ലേലൂയ ഉറക്കെ പറയാൻ
നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏത് സാഹചര്യത്തിലും പറയാൻ നമുക്കത് കഴിയണം. ബന്ധിക്കപ്പെട്ടവനായാലും പറയണം, കാരാഗ്രഹത്തിലായാലും പറയണം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ എല്ലാവരും എൻ്റെ കൈവിട്ടു. പക്ഷെ അവിടെ കൊണ്ട് ആ വാക്യം തീർന്നില്ല. പൗലോസ് പറയുക, കർത്താവോ എനിക്ക് തുണ നിന്നു. ചുറ്റുമുള്ളവർ ഓടിപ്പോകും ഭയം നിമിത്തം, ചുറ്റുമുള്ളവർ മാറിപ്പോകും ഭയം നിമിത്തം. പക്ഷേ ആരെല്ലാം കൈവിട്ടാലോ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുവൻ, അവൻ എൻ്റെ കൂടെ ഉണ്ട്, അവൻ എൻ്റെ കരത്തിന് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയണോ, ഏത് സാഹചര്യത്തിലോ പറയാൻ നമുക്ക് കഴിയണം. ഞാൻ ഇന്ന് രാവിലെ ശ്രദ്ധിച്ചു, ഡാനിയേൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എന്നെ ഒത്തിരി സ്പർശിച്ചു. തൻ്റെ ചെറിയ കുഞ്ഞുങ്ങളുമായി തൻ്റെ കൂട്ടാളി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കടന്നുപോയി. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, മലയാളം ഒന്നും ഒത്തിരി നന്നായി അറിയാത്തത് കൊണ്ടായിരിക്കാം താൻ ഒത്തിരി സംസാരിക്കാറില്ല. പക്ഷേ ഇന്ന് എന്നെ ഒത്തിരി സ്പർശിച്ചു തൻ്റെ സാക്ഷ്യം. വളരെ ചെറിയ കുഞ്ഞുങ്ങളുമായി കൂട്ടാളി നഷ്ടപ്പെട്ടു പോയിട്ടും രാജസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് വിട്ടുപോരാതെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ് സുവിശേഷത്തിന് വേണ്ടി വീറോടെ നിൽക്കുന്നവർ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഏത് സാഹചര്യത്തിലോ സുവിശേഷം പറയാൻ നമുക്ക് കഴിയുന്നതാണ്. ഏറ്റവും വലിയ ഭാഗ്യം. ആരോട് പറയണം? ഞാനിങ്ങനെ പറയും, ആരോടും പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. അപ്പോസ്തലൻ പൗലോസ് പറയും, കാരാഗ്രഹ പ്രമാണിയോട് പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ല, പുഴവക്കത്ത് കണ്ട സ്ത്രീകളോട് പറയാൻ ഞാൻ ലജ്ജിച്ചില്ല, ദേശാധിപതിയോട് പറയാൻ ഞാൻ ലജ്ജിച്ചില്ല, മഹാപുരോഹിതനോട് പറയാൻ ഞാൻ ലജ്ജിച്ചില്ല, അഗ്രിപ്പ രാജാവിന് മുമ്പിൽ നീന്തപ്പോൾ അഗ്രിപ്പ രാജാവിനോട് പറയാനും ഞാൻ ലജ്ജിച്ചില്ല, ഫിലോമോന്റെ വീട്ടിൽ നിന്ന് സാധനവും മോഷ്ടിച്ചോണ്ട് പോയ കള്ളനായ ഒനേസിമോസിനോട് സുവിശേഷം പറയാൻ ഞാൻ ലജ്ജിച്ചില്ല. ആരോടും പറയാൻ എൻ്റെ പിതാവിൻ്റെ, എൻ്റെ വല്യപ്പച്ചൻ്റെ ഒരു അനിയനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്ര പുസ്തകം ഇങ്ങനെ ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ നാടോടികളോട് സുവിശേഷം പറഞ്ഞ കഥ ഇതിനകത്ത്. നാടോടികൾ നമുക്കറിയാം, ഈ വഴിയിലെ നമ്മളൊക്കെ മലയാളികൾ ഒട്ടരെന്ന് വിളിക്കുന്ന മനുഷ്യരാ. അദ്ദേഹത്തിന് അവരുടെ ഇടയിൽ വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷം പറഞ്ഞ ഒരു പിതാവ് എനിക്കുണ്ട്. ഞാനിങ്ങനെ ഓർക്കുക, ആരോട് സുവിശേഷം പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ നമ്മൾ കേട്ടു, പിച്ചക്കാരുടെ ഇടയിൽ, എയ്ഡ്സ് രോഗികളുടെ ഇടയിൽ, കുഷ്ഠരോഗികളുടെ ഇടയിൽ സുവിശേഷം പറയുന്നവർ. കാരണം അഗ്രിപ്പ രാജാവെ, നിന്റെ ആത്മാവിനോ കള്ളനായ ഒനേസിമോസിന്റെ ആത്മാവിനോ ഒരേ വിലയാ ദൈവം ഇട്ടിരിക്കുന്നത്. അത് സകല ലോകത്തെക്കാൾ വിലയേറിയ ആത്മാവാ. പാവനാമേ, പണക്കാരനാകട്ടെ, പണ്ഡിതനാകട്ടെ, യഹൂദനാകട്ടെ, യവനനാകട്ടെ, ജാതീയനാകട്ടെ, ദരിദ്രനാകട്ടെ, കുപ്പയിൽ കിടക്കുന്നവരാകട്ടെ, കൊട്ടാരത്തിൽ വസിക്കുന്നവരാകട്ടെ, എല്ലാവരുടെ ആത്മാവിന് ഒറ്റ വിലയേ ഉള്ളൂ. വില ദൈവം നൽകിയ പ്രാണന്. അതുകൊണ്ട് ആരോട് സുവിശേഷം പറയാൻ നമ്മൾ ലജ്ജിക്കാൻ ഇടയായി തീരരുത്. ഞാൻ വേഗം നിർത്താൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലെന്ന് അപ്പോസ്തലൻ പൗലോസ് വീറോടെ വിളിച്ചു പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ പറയും, ദമസ്കോസിന് പടിവാതിക്കൽ വെച്ച് അവനൊരു ദർശനം കണ്ടു. ആ ഒറ്റ ദർശനത്തിനകത്ത് അവൻ കർത്താവുമായിട്ട് അങ്ങ് ബന്ധിക്കപ്പെട്ടു. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ആർക്ക് കഴിയുമെന്ന്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് അസംബ്ലീസ് റോഡ് ഹൈദരാബാദുള്ള ചർച്ചിലാണ്, ബദേൽ അസംബ്ലീസ് റോഡ് സഭ. ആ സഭ എനിക്ക് ശുശ്രൂഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു സഭയാണ്. ഞാനത് പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ മലയാളം ഡിസ്ട്രിക്റ്റിലൊക്കെ ആയിരുന്നപ്പം അത്രമാത്രം ഒന്നും സഭകളൊന്നും ശുശ്രൂഷയ്ക്കായി പ്രോത്സാഹനം നൽകിയിട്ടില്ല. എന്നെ ശുശ്രൂഷയ്ക്ക് WMCക്ക് അപ്പുറം ഒരവസരം കൂടെ എനിക്ക് നൽകിയ സഭ കൊളത്തൂപ്പുഴ സഭയാണ് കേരളത്തിൽ. അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ചിട്ടുള്ള, എനിക്ക് ഏത് മീറ്റിംഗ് ശുശ്രൂഷിക്കാൻ അവസരം നൽകുന്ന ഒരു സഭയാ സഭ. ഞാൻ നന്ദിയോടെ സഭയെ ഓർക്കുക. ഇന്ന് ഞാനിവിടെ ദൈവവചനമായി നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനവും ഈ സമയത്ത് അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാനത് പറയാൻ വന്നത്, അവിടെ എല്ലാവരും പാട്ടുകാരാ. അപ്പം ഞാൻ ഇപ്പം എനിക്ക് ഈ പ്രസംഗമൊക്കെ തയ്യാറാക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്കും വേഗത്തിൽ പരിശുദ്ധാത്മാവ് ഈ പാട്ടിനെ കോർത്തിണക്കാറുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഈ പ്രസംഗമൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ നമുക്കൊന്നും പാടാൻ പറ്റാത്ത ഒരു പാട്ട് ആ പാട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ബ്രദർ VJ ട്രാവൻ പാടുന്ന ഒരു പാട്ട്, അദ്ദേഹം പാടുന്ന ഒരു പാട്ടുണ്ട്, പ്രണയമാണ് എനിക്ക് പ്രണയമാണ്, യേശുവേ നിന്നോട് പ്രണയമാണ്. ഈ പാട്ടിങ്ങനെ പല ആവർത്തി കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവിനോട് എനിക്കൊരു പ്രണയം തോന്നി എന്നുള്ള വാസ്തവമാണ്. അദ്ദേഹം പാടുന്ന ഒരു പാട്ടുണ്ട്, യേശുവേ എനിക്ക് നിന്നോട് പ്രണയമാ. എന്നിട്ട് പറയുന്നു, നിന്നോടുള്ള എൻ്റെ പ്രണയോ വീഞ്ഞതിലും മധുരമുള്ള ലഹരിയാണ്, വീഞ്ഞതിലും മധുരമുള്ള ലഹരിയാണ് യേശുവേ എനിക്ക് നിന്നോടുള്ള പ്രണയം. അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് എനിക്കുണ്ട്, നിന്നോടുള്ള പ്രേമം എൻ്റെ നെഞ്ചിലെ കത്തിടുന്ന ജ്വാലയാണ്. നിന്നോടുള്ള പ്രേമം എൻ്റെ നെഞ്ചിലെ
കത്തിടുന്ന ജ്വാലയാണ്. അവൻ നമ്മുടെ ഉള്ളിൽ അവൻ അണയാതെ നിൽക്കുന്ന കത്തിടുന്ന ജ്വാല. ആ പ്രണയം നമുക്കുള്ളത് കൊണ്ട് ഒരുപാട് പ്രതിസന്ധി വന്നിട്ടോ നമ്മൾ തളരാതെ ഇന്നും ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നത്. സങ്കീർത്തനത്തിൽ ഒരിക്കൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നോട് സദർശന ആരുമില്ല, അവൻ നിനക്ക് തുല്യരായ ഒരാൾ പോലുമില്ല. ദൈവവചനത്തിൽ കർത്താവിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വിശദീകരിക്കാൻ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ പ്രാണപ്രിയനെ ഇഷ്ടത്തിനും അപ്പുറം സ്നേഹത്തിനും അപ്പുറം ഒരു പടി കൂടെ കടന്ന് ഞാൻ പ്രണയിക്കുന്നുണ്ട്. എൻ്റെ പ്രണയം, എൻ്റെ യേശുവിനോടുള്ള പ്രണയം അത് ദൃഢമാണ്. അത് ഒരു ശക്തിക്ക് വേർപെടുത്താൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഞാൻ പ്രണയിക്കുന്ന എൻ്റെ പ്രാണപ്രിയനെ കുറിച്ച് എവിടെയും പറയാൻ എനിക്കൊരു ലജ്ജയില്ല. നമുക്കറിയാം, ഈ ലോകത്തിലൊക്കെ പ്രണയിക്കുന്നവരൊക്കെ വളരെ പ്രശ്നങ്ങൾ നേരിടും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ന്യൂസ് ചാനലൊക്കെ വെക്കുമ്പോൾ പ്രതിസന്ധിയും പോലീസ് സ്റ്റേഷനുകളോ വഴക്കുകളും ബഹളങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിടത്ത് പോലും അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ലോകത്തിൻ്റെ സ്നേഹത്തിന് അത്രമാത്രമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ പ്രാണന്റെ ഉടയവനായ എൻ്റെ ആത്മാവിൻ ഗീതമായ എനിക്ക് വേണ്ടി ഒരു നിത്യത ഒരുക്കി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ അവസാന തുള്ളി രക്തം വരെയോ എനിക്ക് വേണ്ടി ഊറ്റി തന്ന എൻ്റെ പ്രാണപ്രിയനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കണോ. ആ പ്രണയത്തിന്റെ തീവ്രത നിമിത്തമാ സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കാത്തത്. എവിടെയും പറയാൻ, ആരോടും പറയാൻ, ഏത് സാഹചര്യത്തിലും പറയാൻ ഞാൻ അഭിമാനിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കരങ്ങളിൽ ഒന്ന് ഉയർത്താൻ കഴിയുമോ? സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ലെന്ന് ഉറക്കെ ഒന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, ഈ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാനൊരു സുവിശേഷകനായിരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ സുവിശേഷം പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. ഒരു സുവിശേഷകനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ സുവിശേഷം പങ്കുവയ്ക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവത്തിലടയ്ക്കാം. നമുക്ക് ഹൃദയം തുറന്നൊന്ന് പറയാൻ കഴിയുമോ? കർത്താവെ, ഞാനങ്ങ് ഇഷ്ടപ്പെടുന്നല്ല, ഞാനങ്ങ് സ്നേഹിക്കുന്നു എന്നുള്ളതല്ല. അതിനും അപ്പുറം ഒരു പടി കൂടെ കടന്ന് എനിക്ക് നിന്നോട് പ്രണയമാണ്, എനിക്ക് നിന്നോട് പ്രണയമാണ്, എനിക്ക് നിന്നോട് പ്രണയമാണ്. എപ്പോഴും നിൻ്റെ ശബ്ദം കേൾക്കാൻ, എപ്പോഴും നിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ, എപ്പോഴും നിന്നോട് സംസാരിക്കാൻ, എപ്പോഴും നിൻ്റെ ഒരു വക്താവായി നിൽക്കാൻ, നിന്നെക്കുറിച്ച് വാതോരാതെ പറയാൻ ആ പ്രണയം എൻ്റെ ഉള്ളിൽ തികട്ടി വരുന്നുണ്ട്. അതെന്നെ വല്ലാതെ പ്രേരിപ്പിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? റഘമനെ ഹതുരാല ചേരികടകടകോ അത്തനാറസിതാരകൾ കരക്ഷരെ. ഏത് കഷ്ടതയുടെ നടുവിലും, ഏത് വേദനയുടെ നടുവിലും എൻ്റെ ഉള്ളിൽ കത്തുന്ന ഒരു ജ്വാലയാണ് നിന്നോടുള്ള എൻ്റെ പ്രേമം. അത് വീഞ്ഞതിലും അതിലും ലഹരി പിടിച്ചതാണ്. അതെൻ്റെ അസ്ഥിക്ക് പിടിച്ച ലഹരിയാണ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ആ സ്നേഹത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ വാക്കിനെ പറയുക, ക്രിസ്തുവിനോടുള്ള പ്രണയത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ എന്തിനാ കഴിയുക? കഷ്ടതയ്ക്കാകട്ടെ, പട്ടിണിക്കാകട്ടെ, ഉപദ്രവത്തിനാകട്ടെ, ജയിലിനാകട്ടെ, സ്വന്തം സഹോദരന്മാരുള്ള ആപത്തിനാലാകട്ടെ, കള്ളന്മാരാലുള്ള ആപത്തിനാകട്ടെ, അടികൾക്കാകട്ടെ, ഒന്നിനും ഇല്ല ഇല്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. നമുക്ക് ഉറക്കെ പറയാ, കർത്താവേ, നിന്നോടുള്ള ബന്ധത്തിൽ നിന്ന്, ഈ ശുശ്രൂഷയിൽ നിന്ന്, ഈ സുവിശേഷം പറയുന്നതിൽ നിന്ന് ഒന്നിനും എന്നെ വേർപെടുത്താൻ കഴിയത്തില്ല. ഈ ക്രിസ്തുവിനെ പ്രണയിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.